someone is here, someone special celebrity. अच्छा तुम्हारे मत में बोलेगा Celebrate is the meat, bro. इसलिए दो Look at. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ 3 പേര് പോകുന്നത് നമുക്കൊന്ന് കോമ്പറ്റീഷൻ കേട്ടത്. അബുദാബിയിലാണ് കോമ്പറ്റീഷൻ. എൻ്റെ 2ാമത്തെ കോമ്പറ്റീഷനാണ് സ്കേറ്റിങ് പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇവർക്കെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇവർ 2 പേരും. ഒന്ന് കദീർ, ഷഹീദ്. ഇവരെ കൂടെ പോകുന്ന ഒരാൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വീഡിയോസാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, Channel subscribe, videos like, comment, share. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കോമ്പറ്റീഷൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കട്ടെ. മിസ്റ്റർ കദീർ അങ്ങനെ ആ ഫ്രണ്ടിലാണ് പോകുന്നു, ചെയ്തുകൊണ്ട് നമ്മൾ വന്നത് ബാർ ദുബായ് എന്നാണ്. അൽ ഹുബൈബ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പോകുന്നത്. അവിടുന്ന് ബസ്സിലാണ് അബുദാബിക്ക് ബസ്സിനാണ് നമ്മൾ പോകുന്നത്. 25 ദിറംസായി ഒരാൾക്ക്. അങ്ങനെ നമ്മൾ ഒരു അണ്ടർഗ്രൗണ്ട് പാസ് വഴി ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഫെറാറി വേൾഡിൻ്റെ ഒക്കെ റേസിങ് നടക്കണം ആ ഒരു ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളെ പരിപാടി നടക്കണം. അവർ വളരെ എക്സൈറ്റ്മെൻറ്റ് തന്നെ. ഇവിടെ വന്നപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് തന്നെ അറിഞ്ഞത്. ബസ് ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടുന്ന് നമുക്കൊരു 40 ദിറംസ് ഈ സ്ഥലത്തേക്ക് എത്താൻ ആയിട്ടുണ്ട് ടാക്സിക്ക്. അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടി പോണ്. ഞാൻ ഷെയ്ദ്, മിസ്റ്റർ കദീർ, ആ പയ്യനാണ് അവന് നമ്മളെ കൂടെ ഓടാനുള്ള തന്നെയാണ്. അവൻ്റെ പേര് വന്നിട്ട് ഫറാഷ് എന്നാണ്. അപ്പോൾ നമ്മൾ 4 പേരാണ്. അവന് ഞാൻ ഒക്കെ 5 കിലോമീറ്റർ, ഷഹീദ് 5 കിലോമീറ്റർ, ഇപ്പം വന്നിട്ട് കദീർ വന്നിട്ട് 5 പിന്നെ 3 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ പല പരിപാടികളും അന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ റൺ ചെയ്തിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടുന്ന് നീന്തി വന്നതിന് ശേഷം ഇതിൽ ഓടിപ്പോയി. അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ സംഭവങ്ങൾ ആക്ടിവിറ്റിയിൽ നടക്കുന്നുണ്ടല്ലേ. ആൾക്കാർ അവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാർ നീന്തി വരുന്നതാണ് കാണുന്നത്. ഇതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പ്രോഗ്രാമുകൾ കേട്ടോ. നമ്മളെ ഈ സ്കേറ്റിങ് പോലൊന്നുമല്ല. അവിടുന്ന് ഇങ്ങനെ നീന്തി വരണം, എന്നിട്ട് ഇവിടുന്ന് ഓടണം, പിന്നെ ഓടിയിട്ട് പിന്നെ വേറെ എന്തൊക്കെയുള്ളതെന്നുള്ള നമുക്കൊന്നും അറിയില്ല. അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ്. ആൾക്കാർ ഇത് അവിടുന്ന് അങ്ങ് ദൂരെ നിന്ന് നമ്മൾ ആദ്യം ഇങ്ങനെ വിചാരിച്ച് കുറച്ച് ആൾക്കാർ, പിന്നെ അങ്ങ് ലോങ് നോക്കിയപ്പോഴാണ്, ക്യാമറ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ തറവരെന്ന് ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ഇതുള്ള കാര്യം തന്നെയാണ്. ഈ തണുപ്പ് സമയത്ത് ഇവിടുത്തെ പല ആക്ടിവിറ്റികളാണ്, ഈ സംഭവങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോന്നിട്ട് സ്കേറ്റിംഗ് തുടങ്ങാൻ ഇനിയൊരു 1/2 മണിക്കൂറുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഭക്ഷണം അവരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കണം. അപ്പോൾ ഞാനൊരു ചപ്പാത്തിയും അതുപോലെ ഒരു പനീറിൻ്റെ ഇതൊക്കെയാണ് എടുത്ത് കഴിച്ചത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഷൂ ഒക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു രജിസ്റ്റർ ചെയ്ത് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ നമുക്കൊരു ടീഷർട്ട്, പിന്നെ നമ്പർ, നമ്മളെ ബാഡ്ജ് നമ്പർ, പിന്നെ ഒരു സെൻസർ ഉണ്ടായിരുന്നിട്ട് അത് നമ്മളെ കാലിൽ ഫിറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ എടുക്കാൻ പറ്റുന്ന ഇത് ഷൂട്ട് ചെയ്യലും തക്കലൊക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് ഇതാണ് എൻ്റെ നമ്പർ വന്നിട്ട് കേട്ടോ. നമ്പർ 5104 ഇതാണ് എൻ്റെ നമ്പർ. ഇത് നമ്പർ അവിടെ വെക്കണമെന്നുള്ളൂ. മെയിനായിട്ട് നമ്മളെ കാലുമുള്ള ചിപ്പാണ് അവിടെ സെൻസർ ചെയ്തിട്ട് നമ്മളെ സ്പീഡ്, ഫിനിഷിങ്ങും സ്റ്റാർട്ടിങ്ങും ഇത് ചെയ്യണത്. അങ്ങനെ നമ്മൾ ഇത് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ആൾക്കും ഒരു സമയത്ത് തന്നെയായിരുന്നു ഓട്ടം. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ സ്കേറ്റിങ്ങിൻ്റെ ഇതല്ലാത്ത ആൾക്കാരെ കയറ്റില്ല. പിന്നെ മോളിക്ക് വേണം. മോളിൽ പോയിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓടി വന്നിട്ടുള്ളത്. പക്ഷേ ഫറഷും കദീറും ഇവനൊക്കെയാണ് പോകുന്നത് ഓടി വന്നിട്ട്. അപ്പോൾ എന്നോട് മെഡൽ വാങ്ങിയില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് മെഡൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ എൻ്റെ ആ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് അവിടെ മെഡൽ. ഈ കുട്ടി അവിടെ വീണിട്ടാണ് നമ്മൾ. പിന്നെ ആ സമയത്ത് അവിടെ വേറെ ആരൊന്നും ഉണ്ടായിരുന്നില്ല ആ ട്രാക്കിൽ. ഞാൻ ആ സ്പീഡിൽ വരെയായിരുന്നു. എങ്ങനെ വീണതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ആ കുട്ടി അവിടെ നിന്ന് വീണിട്ട് കരയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ അവിടെ നിന്ന് സ്പീഡ് ചെയ്ത് പോകുന്നു. ഞാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇവരൊക്കെ ഓടി സ്കേറ്റിങ് ചെയ്തിട്ട് ഒന്ന് ക്ഷീണിച്ചിരിക്കട്ടതാണ്. പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായത് കൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ കാർ ട്രാക്കിൽ ഓടിയത് തന്നെ ഭയങ്കര തന്നെ. അവരൊക്കെ ഓടാനുള്ളത് തന്നെയായിരുന്നു. 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ, പിന്നെ 10 കിലോമീറ്റർ. ഇവിടെ മെഡലുകളൊക്കെ കൊടുക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഓടി വന്നതിന് ശേഷമാണ് ഈ വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ എൻ്റെ അടുത്തുള്ള ഷൂസാണ് ഈ കാണുന്നത്. അതല്ല ശരിക്കും പറയാൻ എൻ്റെ ഷൂസ്. ഇനി ഷൂസ് കദീർ ഇട്ടിക്കാണ്. അവൻ്റെ ഷൂസ് എനിക്ക് വന്നിരിക്കുകയാണ്. ഇത് പോരാ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ. എന്നാലും ഒരു വിധം കുഴപ്പമില്ലാണ്ട് ഞാൻ ഇതിപ്പോൾ ഓടിയെത്തി എന്ന് തന്നെ പറയാം. അങ്ങനെ ഉള്ള ഇതൊക്കെ ഒരു ആൾക്കാർ ഈ പോണ പെണ്ണൊക്കെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. എന്നിട്ടും ആ ഷൂസുമ്മലൊക്കെ പെണ്ണ് ഓടിയെന്നുള്ള നല്ല വയസ്സിൻ്റെ പെണ്ണിന്. അതൊക്കെ മാസ്റ്റർ കാറ്റഗറി പെടുന്നവരാണ്. കദീറിന് വന്നിട്ട് 1 സെക്കൻഡും
ഒരു തേർഡും അങ്ങനെയാണ് വന്നത്. 3 കിലോമീറ്ററിൽ തേർഡും പിന്നെ 5 കിലോമീറ്റർ സെക്കൻഡുമാണ് ആയത്. അതിലിടക്ക് കയാക്കൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇടക്ക്. ഞാൻ മൊത്തത്തിൽ അവിടുത്തെ കാഴ്ചകൾ ഏറ്റവും കൂടുതൽ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരിൽ എടുത്തു വരേണ്ട കാര്യം മലയാളികൾ തന്നെയായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ ഫാമിലിയും ആ മത്സരത്തിൽ പങ്കെടുത്ത ആൾക്കാർ, ചെറിയ കുട്ടികളും വലിയവരടക്കം ഏറ്റവും കൂടുതൽ അവിടെ കണ്ടത് ഇന്ത്യക്കാരിൽ മാത്രം മലയാളികൾ മാത്രമായിരുന്നു കേട്ടോ. മറ്റുള്ളവരൊക്കെ വളരെ കുറവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഒരാളുണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ കോച്ച് തന്നെയായിരുന്നു മിസ്റ്റർ കെദിയർ. പിന്നെ ആഫ്രിക്കക്കാർ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ എത്ര 5-10 അങ്ങനെ തന്നെ പറയാം. ടോട്ടൽ 200-300 പേരുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ UAE കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ത്യക്കാർ തന്നെയായിരുന്നു അതിൽ 90%, 90% ഇന്ത്യക്കാർ തന്നെയായിരുന്നു കേട്ടോ. ബാക്കി 10% ബാക്കി കൺട്രികൾ ആൾക്കാരുണ്ടായിരുന്നത്. അതിലെടുത്ത് വരേണ്ട കാര്യം മലയാളികൾ തന്നെയായിരുന്നു കേട്ടോ. ഈ കാണുന്ന കംപ്ലീറ്റ് ആൾക്കാർ മലയാളികൾ, പിന്നെ കുറച്ച് തമിഴന്മാർ, പിന്നെ ആന്ധ്രക്കാർ, ബാംഗ്ലൂർക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്ന് അവരൊക്കെ കുട്ടികളൊക്കെ ഫസ്റ്റ് എടുത്തവരും സെക്കൻഡ് എടുത്തവരും പിന്നെ പല കാറ്റഗറിയിലായിരുന്നു. അതൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് എങ്ങനെയാണ് വന്നിട്ട് ഈ ഇതിനകത്ത് ബ്രേക്കില്ല. അപ്പോൾ അവരോട് ബ്രേക്കില്ല മാറിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവരോട് ടൈമൊക്കെ ചോദിച്ച് എൻ്റെ ടൈമൊക്കെ അവർ ചെക്ക് ചെയ്യണം കേട്ടോ. കരിയറിൻ്റെ ടൈമുകളൊക്കെ ചെക്ക് ചെയ്യണം അവരൊക്കെ കാണുന്നത്. നമ്മളവിടുന്ന് എടുത്ത ഫോട്ടോസുകളാണ്. പിന്നെ ഇതൊക്കെ അവിടെ റേസിങ്ങിൻ്റെ കാറിൽ ഓടുന്ന കാറുകൾ കേട്ടോ. ഇതൊക്കെ ഏതൊക്കെയോ വിലപിടിപ്പുള്ള കാറുകളാണ്. പിന്നെ അത് അവിടെ ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇത് ചെയ്തതിൻ്റെ അവിടെ ഒരാളവിടെ നിൽക്കുന്നുണ്ട്. അയാളിങ്ങനെ 1 2 3 പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്ന കാഴ്ചകളാണ്. ഇത് നമ്മൾ നേരെ പോകുന്ന മെഡലുകൾ വാങ്ങാൻ പോകുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവിടെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്ഥലത്തേക്കൊന്നും കടത്തി വിടില്ല, സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് മെഡലുകൾ കൊടുക്കുക. അപ്പോൾ ഞാനും ഷെയ്ദൊക്കെ അങ്ങോട്ട് മെഡൽ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ റൗണ്ട് അടിച്ച് വരുന്ന കാഴ്ചകളാണ്. നല്ല വൈബ് തന്നെയായിരുന്നു. നല്ല ഇനി നമുക്ക് അടുത്ത കോമ്പറ്റീഷൻ വരുന്നത് ഇനി ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നോമ്പിന് ശേഷം ആവാനാണ് സാധ്യത. അതിന് ശേഷം പിന്നെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ വരുന്നുണ്ട് വേണ്ട. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കണം. അപ്പോൾ നമ്മൾ മെഡൽ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ അവിടെ മെഡലുകളും ഇതൊക്കെ സമ്മാനങ്ങളും ചെയ്ത് കൊടുക്കട്ടെ ഒക്കെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ അതൊന്ന് കൂടുതൽ കുറേ വീഡിയോസൊന്നും ഞാൻ മെഡൽ എല്ലാം കൂടുതൽ എടുത്തില്ല. കുറച്ച് കുട്ടികൾക്ക് കൊടുക്കണതും പിന്നെ കരിയറിന് കൊടുക്കണതും ഒക്കെ ആക്കിയിട്ട് ചെറിയൊരു സ്കേറ്റിങ്ങിൻ്റെ വീഡിയോസ് തന്നെയായിരുന്നു. അത്ര ഒരു പക്ഷെ നമ്മൾ കഴിഞ്ഞ ഒരു സ്കേറ്റിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് ഫുള്ള് സ്കേറ്റിങ്ങിൻ്റെ ഇതെല്ലാം നമുക്ക് ഗ്രൗണ്ടിലായിരുന്നു, അതൊരു ഇതിലായിരുന്നു. അതിലാകുമ്പോൾ നമുക്ക് ഫുള്ള് റൗണ്ട് ചെയ്ത് ഇവർ ഓടുന്നതൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. ഇതങ്ങനെയൊന്നും പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു വീഡിയോസ് നമുക്ക് ഉള്ളതുപോലെ ഇതാക്കി ഞാൻ എടുത്തത് മാത്രം. അങ്ങനെ എല്ലാവർക്കും മെഡലുകളൊക്കെ കൊടുത്ത് കുട്ടികളൊക്കെ സന്തോഷമാണ് നമുക്കും. അതേപോലെ തന്നെ മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കരിയറിൻ്റെ കുറച്ച് മെഡൽ കൊടുക്കുന്ന വീഡിയോസും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ. ഇനിയിപ്പോൾ നമ്മളെ കരിയറിൻ്റെ ഒക്കെ ആയിട്ട് ഇതിപ്പോൾ ഈ ചെക്കൻ മലയാളിയാണ് കേട്ടോ. ഇനി കരിയർ സെക്കൻഡ്, പിന്നെ കെസ്പ എന്നാണ് ആ ചങ്ങയുടെ പേര്. അവന് ആഫ്രിക്കക്കാരാണ്. അവന് ഫസ്റ്റ്, കരിയർ സെക്കൻഡ്, ആ ചെക്കന് തേർഡ്. ഇത് 5 കിലോമീറ്റർ ഉണ്ട് അവരെ കാറ്റഗറിയിലുള്ള. അപ്പോൾ അവർക്ക് മെഡൽ കൊടുക്കുന്നതൊക്കെയാണ്. അങ്ങനെ കുറച്ച് മെഡൽ കൊടുക്കുന്ന കാഴ്ചകളും പിന്നെ നമ്മൾ കുറച്ച് ഗ്രൂപ്പായിട്ടുള്ള എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോസ് അങ്ങനെ തന്നെ പറയാം. അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് കേട്ടോ. പക്ഷെ അന്ന് ഓടിയത് ഒരു ഗ്രൗണ്ടിലായിരുന്നു. ഇത് ശരിക്കും പറയാൻ ട്രാക്ക് തന്നെയായിരുന്നു. നമ്മളെ മറ്റേ ഫെറാറിയൊക്കെ കാർ ഓടുന്ന ട്രാക്കിൽ ഓടിയത്. അത് അങ്ങനെ വളഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കയറി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഓട്ടം. ഇത് ഇവരെ 3 കിലോമീറ്ററുള്ള ഇതിൻ്റെ തൊട്ട് അതിൽ കരിയറിന് തേർഡ് പ്രൈസാണ് കിട്ടിയത്. അതിനാണ് മറ്റവർക്ക് ഇതിനും ഫസ്റ്റ് തന്നെ, ഈ ചങ്ങായി സെക്കൻഡ്. അങ്ങനെ അപ്പോൾ അവരെ മോളിലേക്ക് കയറി പിന്നെ ഇങ്ങനെ വളഞ്ഞ് കാർ ഓടുന്ന പോലെയൊക്കെ അതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെ. അപ്പോൾ മോളിലേക്ക് തള്ളി കയറിയിട്ട് പിന്നെ അവിടെ നിന്നൊരു വരവുണ്ട്. അതിൽ കുറച്ച് നല്ല സ്പീഡിലൊക്കെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോസ്. സുഹൃത്തുക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ മെഡലൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന കുറച്ച് ആ ഫോട്ടോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ അവിടുന്ന് ആ സ്കേറ്റിങ്ങിൻ്റെ അതെല്ലാം പിടിച്ചാൽ അപ്പോൾ ഇതിനും നല്ല കുഴപ്പമില്ലാണ്ട് ഓടിയിട്ടാ അതൊക്കെ. അപ്പം പിന്നെ അവിടെ നിന്നൊക്കെ ആക്കി നിൽക്കുന്ന വീഡിയോസ് അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.